അച്ഛൻ ഇനി ഒരു ബാറിലേക്കും പോകുന്നില്ല. അതെ മക്കളെ, അച്ഛൻ ഇന്ന് മുതൽ കുടി നിർത്തി. അത് വെറുതെ. ഇതുപോലെ എത്രയോ തവണ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പറയുന്ന അതേ സ്പീഡിൽ തന്നെ അച്ഛൻ മാറിയിട്ടുമുണ്ട്. എന്നാൽ ഇത് അതുപോലെയല്ല. ഇനി ഞാൻ ഈ വാക്കുമാറ്റുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പാറുമോൾക്ക് ഞാൻ കൊടുത്ത സത്യമാണ്. ഇനി ഒരിക്കലും ഞാൻ മാറ്റില്ല. അത് എപ്പോ സംഭവിച്ചു? ഇന്നലെ രാത്രിയില് എന്നെ കാത്തിരുന്നിട്ട് നിങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങിയില്ലേ? അപ്പോഴും ഞാൻ വരുന്നത് വരെ പാറുമോൾ എന്നെയും കാത്തിരിക്കുകയായിരുന്നു. കുടിച്ചു ബോധമില്ലാതെ വന്ന എന്നെ പാറുമോൾ ഉപദേശിച്ചു. എന്റെ കുടി കാരണം ഗിരിയും നിങ്ങളുമൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് മോൾ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതെല്ലാം കേട്ടപ്പോൾ എനിക്കും വല്ലാതെ സങ്കടമായി. കുടി നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നി. അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, സത്യം ചെയ്തു തരണമെന്ന് പാറുമോള് പറഞ്ഞു. കുടുംബത്തിന് വേണ്ടി പാറുമോള് പറയുന്നത് അനുസരിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ഞാൻ പാറുമോൾക്ക് സത്യം ചെയ്തു കൊടുത്തു. ഇനി ഞാൻ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കും. ഇത്രയും നാളും ഞങ്ങളെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഒരു രാത്രി കൊണ്ട് പാറു സാധിച്ചെടുത്തത്. അച്ഛന്റെ കുടി മാറ്റിയെടുത്തത് ഒരു നിസ്സാര കാര്യമല്ല. അത് സാധിച്ചെടുത്ത ഏട്ടത്തിയമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കുടിക്കാതെ സ്വബോധത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്ന അച്ഛനെ കാണാനാ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചത്. ആ ആഗ്രഹ ഏട്ടത്തിയമ്മ നടത്തി തന്നിരിക്കുന്നത്. അച്ഛനെ നിങ്ങളുടെ പഴയ അച്ഛനാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് എന്റെ വാശിയായിരുന്നു. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാനും കരുതിയില്ല. അച്ഛൻ എന്റെ വാക്കുകൾ നല്ല മനസ്സോടെ ഉൾക്കൊണ്ടു. പെട്ടെന്ന് തന്നെ മാറാൻ തയ്യാറായി. പാറുവിന് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയത്. എത്രയോ കാലമായി അച്ഛൻ ഇങ്ങനൊന്ന് കണ്ടിട്ട്. നന്ദിയുണ്ട്, ഒരുപാട്. എന്തിനാ ഗിരിയേട്ട നന്ദിയൊക്കെ? ഇത് അച്ഛനോട് നിങ്ങളോട് ഞാൻ ചെയ്യേണ്ട ഒരു കടമയാ. അത് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ.